ഹലോ, ഇന്നത്തെ വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കിഡ്സ് റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളയപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പാൻ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നു. ഞാൻ ഓർത്തു ഒരു റെസിപ്പി ആയിട്ട് ചെയ്താലോ എന്ന്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ 2 പാൻ കേക്കും കൂടി കഴിച്ചിരുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മോന് തീരെ വയ്യാതിരുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പം അവൻ്റെ റൂം ഒന്ന് ഡസ്റ്റ് ഫ്രീ, കുറേയെങ്കിലും ഡസ്റ്റ് എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവന് ചെറിയതായിട്ടൊക്കെ പനിയുണ്ട്. അപ്പം ഞാൻ ഈ മോളുടെ റൂം ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ട് കൊടുത്തിട്ട് അവനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ റൂം ക്ലീൻ ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പം കുറച്ച് ദിവസമായിട്ട് സ്കൂളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൽ ഓൾറെഡി നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ഉള്ളൊരു ദിവസമായതുകൊണ്ട് ക്ലീനിങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കേർട്ടൻസൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ കുറേ നാളായി കേർട്ടൻസ് മാറ്റിയിട്ട്. അപ്പോൾ എന്തായാലും പൊടി അതിൽ നല്ലോണം ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് അലക്കാമെന്ന് വിചാരിച്ചു. മഴക്കാലം ആയതുകൊണ്ട് കേർട്ടൻ അലക്കുന്നത് അത്ര നല്ല കാര്യമല്ലെങ്കിലും എന്തായാലും റൂം വൃത്തിയാക്കുമ്പോൾ ഒരു മുഴുവനും നമുക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ കേർട്ടനും കൂടി അലക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു റൂമിലെ കേർട്ടൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം സാവധാനം ഉണങ്ങി വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കൊണ്ടാണ് ഉണങ്ങിയൊക്കെ കിട്ടിയത്. അപ്പോൾ ഒത്തിരി ക്ലട്ടേഡ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടി കുട്ടി കബേർഡ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ലോണ്ട്രി ബാസ്ക്കറ്റ് ഇതെല്ലാം തന്നെ എടുത്തിട്ട് റൂമിൻ്റെ പുറത്തൊരു ഇടനാഴി പോലത്തെ സ്ഥലമുണ്ട്, അങ്ങോട്ട് ആക്കി വെച്ചു. അപ്പം ഫ്ലോറിൽ നമ്മൾ വെക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ്, പിന്നെ ചെയർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതെല്ലാം മാറ്റി ഫ്ലോറ് ക്ലിയർ ആയതിന് ശേഷം നമ്മുടെ റോബോ വാക്യൂം ക്ലീനർ വെച്ചിട്ട് നല്ലപോലെ വാക്യൂം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരു പ്രാവശ്യം ആ ഒരു വാക്യൂം ചെയ്തിട്ട് പിന്നെ എന്തായാലും ഞാൻ മറ്റേ മാറാല എടുക്കലും പൊടിയെടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷവും വീണ്ടും പൊടി താഴെ വീഴും. അപ്പോൾ ഒരു റൗണ്ടും കൂടി ഒന്നില്ലെങ്കിൽ വാക്യൂം ചെയ്യുക, അല്ലെങ്കിൽ അടിച്ചെടുത്തിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് നേരം അങ്ങ് ഡീപ്പ് ക്ലീൻ ചെയ്ത് അങ്ങനെ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നില്ല. മാക്സിമം സാധനങ്ങൾ മാറ്റി പൊടി എടുക്കുക, അത്രയും ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം മാറ്റിയ കുട്ടി കുട്ടി കബേർഡ്സും റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നതും കൂടി ചിലപ്പോൾ എനിക്ക് മുഴുവനായിട്ട് ചെയ്ത് തീർക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് എനിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യം ഒരു ഫുൾ ഡേ നിന്ന് പണിതാൽ നല്ല ടയേർഡാവും. അപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ടാണ് ഫുൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വാക്യൂമിങ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാക്യൂം ക്ലീനർ ഉള്ളപ്പോൾ ഈ സോഫയുടെ അടിയിലൊക്കെ ഉള്ള പൊടിയൊക്കെ എടുക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഡെയിലിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം താഴോട്ട് ഉള്ളിലോട്ടൊക്കെയുള്ള സംഭവങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ടല്ലോ. കുറേ ദിവസമായിട്ട് എക്സസൈസ് മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഓരോരോ റീസൺ കൊണ്ട് ഇത് മുടങ്ങുമ്പം എനിക്ക് ഒട്ടും ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണെങ്കിലും ഞാനൊരു ബേസിക് വർക്കൗട്ട് അങ്ങ് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ പനിയും ചുമയൊക്കെ വന്നതുകൊണ്ട് വർക്കൗട്ടിൽ വീണ്ടും ഗ്യാപ്പൊക്കെ വന്നു. ഇനിയിപ്പോൾ എന്തായാലും ചുമ മുഴുവനായിട്ടും മാറിയിട്ടില്ലെങ്കിലും ഞാൻ പയ്യെ മൺഡേ തൊട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വാക്യൂമിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം കേർട്ടൻസ് മാറ്റിയെടുത്തത് ഞാൻ ഒന്ന് അലക്കാനും കൂടി ഇടുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ എനിക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് വരണം. കാര്യം ഏകദേശം ഉച്ച സമയമൊക്കെ ആവാറായി. അപ്പോൾ ലഞ്ചിന് ഇന്നിപ്പം ലാവിഷായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കഞ്ഞിയും പയറുമാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത് മോന് വയ്യാത്തതുകൊണ്ട് കഞ്ഞിയും പയറൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ചെറുപയർ വേവിച്ചത് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ പൊടിയരിക്കഞ്ഞിയും നാരങ്ങാച്ചാറും.
അങ്ങനെ ക്ലീനിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതാ കേർട്ടൻസിൻ്റെ ആ റോഡും മേലെയുള്ള ഭാഗത്തും ഒക്കെ അത്യാവശ്യം പൊടിയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ യൂഷ്വലി ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് തുണികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നനച്ചിട്ട് ജസ്റ്റ് തുടച്ച് നല്ല അഴുക്കാവുമ്പോൾ തുണികൾ കളയുകയാണ് ചെയ്യുക. അപ്പോൾ അതാ വർക്കിംഗ് ടേബിളിൻ്റെ മേലെയുള്ള സാധനങ്ങളും എല്ലാം ഞാൻ പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങൾ പുറത്തേക്ക് ആക്കുകയാണ്. പിന്നെ നമ്മുടെ കബോർഡിൻ്റെ മേലെയുള്ള സ്പേസ് ഞാൻ കഴിഞ്ഞ ദിവസം ഫുൾ ക്ലീൻ ചെയ്തതാണ്. എല്ലാ സാധനങ്ങളും എടുത്ത് ക്ലീൻ ചെയ്ത് അവിടെ ന്യൂസ് പേപ്പർ വിരിച്ച് ഇടുകയും ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഈ ബെഡ്റൂമിലൊക്കെയുള്ള തട്ടുകളിൽ എപ്പോഴും ന്യൂസ് പേപ്പർ വിരിച്ചിടുകയാണ് എപ്പോഴും നല്ലത്. നമുക്ക് ക്ലീനിങ് ഭയങ്കര എളുപ്പമായിരിക്കും. ആ ന്യൂസ് പേപ്പർ ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. നമ്മുടെ വീടുകളിനേക്കാളും ഫ്ലാറ്റിൽ, പ്രത്യേകിച്ച് ഈ റോഡ് സൈഡിലുള്ള ഫ്ലാറ്റുകളിലൊക്കെ പൊടി ശല്യം കൂടുതലാണ്. അപ്പോൾ എന്തുമാത്രം നമ്മൾ ക്ലീൻ ചെയ്താലും പിന്നെയും പൊടി വന്നുകൊണ്ടിരിക്കും. ഫ്ലോറ് വാക്യൂം ചെയ്യുന്നത് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം താഴെയുള്ള പൊടി നമ്മുടെ വാക്യൂം ചെയ്താൽ പിന്നെ അത് പറന്ന് വീണ്ടും വന്നിരിക്കത്തില്ലല്ലോ. ഇതിനകത്തുണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസൊക്കെ പറ്റാവുന്നതൊക്കെ മാറ്റി പിന്നെ ഫ്ലോറ് വാക്യൂം ചെയ്തു. പിന്നെ വിൻഡോസും പറ്റാവുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാൻ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് വാക്യൂം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഈ പൊടിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി വാക്യൂം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഫ്ലോറ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കും അത്യാവശ്യം ചെറിയ ചുമ അതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപാടങ്ങ് ജോലി ചെയ്യേണ്ടതെന്ന് തന്നെ ബാക്കി ഇനിയിപ്പോൾ ഞാൻ പെൻഡിങ് വെക്കാമെന്ന് വെച്ചു. കാര്യം വെച്ചാൽ ടയേർഡായി. പിന്നെ ബാക്കി കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടല്ലോ. പിന്നെ അറ്റ് സ്ട്രെച്ച് ഒരു ദിവസം കൊണ്ട് ഫുൾ ക്ലീൻ ചെയ്ത് അങ്ങ് ടയേർഡ് ആവുന്നത് എനിക്കെന്തോ വർക്കാവില്ല കേട്ടോ. ഞാൻ പൊതുവേ എന്തെങ്കിലും ഇതുപോലത്തെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുവാണെങ്കിലും 2-3 ദിവസം സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പം മോൾക്ക് മാഗി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ക്രേവിങ് വന്നു. അപ്പം എന്താ ക്യാപ്സിക്കം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഏതൊക്കെയോ രീതിയിൽ മാഗി ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്തൊരു ബിറ്റ് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തില്ല. പക്ഷെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ഒരു ബിറ്റിലൊന്നും നിർത്തിയില്ല. കുറച്ചധികം കഴിച്ചു. എനിക്കതാണ് ഈ മാഗിയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പേടിയെന്ന് വെച്ചാൽ നമ്മൾ ടേസ്റ്റ് ചെയ്താൽ പിന്നെ കുറച്ചധികം തന്നെ കഴിച്ചു പോവും. അപ്പോൾ ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ റിപ്പിളിൻ്റെ പുൽത്തൈലം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു മോപ്പിങ്ങും കൂടി ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആവുമല്ലോ. പിന്നെന്താണ്, മോന് കുറേ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറേ ക്ലാസ്സസ് മിസ്സായിട്ടോ അസുഖമായിട്ട്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട്സ് നോട്ട്സ് അയച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഇരുന്ന് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ മിഡ് ടേം എക്സാം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് അതും പഠിച്ചെടുക്കാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും ഈവനിങ് ഒക്കെ ആകുമ്പോൾ ചെയ്യും. നല്ല മടിയാണ്, എന്നാലും നമ്മൾ പറഞ്ഞ് ചെയ്യിക്കും. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ഞാനും അത്യാവശ്യം ടയേർഡായിരുന്നു. ഒരു ഒപ്പിക്കൽ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ ഗ്രോസറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഒക്കെ കിച്ചൺ സ്ലാബിലുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പ്ലാന്റ്സിനെ കെയർ ചെയ്യാറുള്ളതല്ലേ. ഇന്നത്തെ ദിവസം എനിക്ക് അതിനൊന്നും പറ്റിയില്ല. അപ്പം വേഗം തന്നെ പോയിട്ട് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു ചെടികൾക്ക്. അപ്പോൾ അത് മിസ്സാക്കണ്ടെന്ന് വെച്ചിട്ട് രാത്രി തന്നെ പോയി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വാട്ടർ മെട്രോയിൽ പോയ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തില്ലേ. അപ്പം അതിന് ശേഷം ഒരു ദിവസം നമ്മൾ കുട്ടികളായിട്ട് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാട്ടർ മെട്രോൻ്റെ അകത്ത്
കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കയറാൻ പറ്റിയില്ലെങ്കിലും നമുക്കിവിടെ സൈഡിലൊക്കെ ഒന്ന് ചെന്ന് നിൽക്കാൻ, ജസ്റ്റ് നമുക്കിവിടെ അടുത്തായതുകൊണ്ട് ഒന്ന് പോയി നിൽക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ അവിടം വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികൾക്ക് അതിലൊന്ന് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങോട്ടുള്ള ട്രിപ്പിന് കയറാൻ പറ്റിയാൽ കൂടിയും തിരിച്ചിങ്ങോട്ട് ലാസ്റ്റ് ട്രിപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിങ്ങോട്ട് ബോട്ട് കിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ റോഡ് മാർഗം തന്നെ വരേണ്ടി വരും. അത് നല്ല ചുറ്റലാണ്, കാരണം കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഞങ്ങൾ അങ്ങനെയായിരുന്നല്ലോ വന്നത്. എന്തായാലും ഇപ്രാവശ്യം ആ ഒരു റിസ്ക് എന്തായാലും എടുക്കുന്നില്ല. ജസ്റ്റ് ഇനി എപ്പോഴേലും നമ്മളെന്തായാലും ഡേ ടൈമിൽ കയറണം വാട്ടർ മെട്രോയിൽ. നമ്മൾ രാത്രി മാത്രമല്ലേ കണ്ടുള്ളൂ. അപ്പം ഡേ ടൈമിൽ എങ്ങനെ ഇരിക്കുന്നതും കൂടി ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ തുളസി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തുളസി, എന്തായാലും എല്ലാവർക്കും ചുമയും ബഹളമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് തുളസി അവിടെ നിന്ന് പറിച്ചെടുത്ത്, പിന്നെ ഞങ്ങൾ KFC പോപ്കോൺ വാങ്ങാൻ വേണ്ടി ഒന്ന് നിർത്തി. എല്ലാവർക്കും അപ്പോൾ ഒരു ക്രേവിങ് വന്നിരുന്നു KFC പോപ്കോൺ കഴിക്കാൻ വേണ്ടി, അപ്പോൾ അത് വാങ്ങിക്കുകയാണ്. ഡിന്നർ ഞങ്ങൾ പാരഗണിൽ പോയിട്ട്, ലുലുവിലെ പാരഗണിൽ പോയിട്ട് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ മെയിൻ ഹാളിൽ ഇതായി ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. മലബാർ ഗോൾഡിൻ്റെ ന്യൂലി മാരീഡ് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളൊരു ഗെയിം ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരുത്തി നിർത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആരാണ്, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ. നിങ്ങൾ രണ്ടുപേരും ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായത് ഏറ്റവും ബെസ്റ്റ് ഡാൻസർ എന്നുള്ള അവാർഡ് ആൾക്കാർക്ക് കിട്ടുക. 3, 2, 1 ബെസ്റ്റ് ഡാൻസർ, ബെസ്റ്റ് അല്ല, 3, 2, 1 ഗോ. എന്താണ് ആൻസർ? ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഈ വീട്ടിലൊക്കെ കൂടുതൽ ക്ലംസി, അതായത് കുറച്ച് വീട് അഴുക്കാക്കുന്നത് വൃത്തിയാക്കാതെ പോകുന്ന നിങ്ങൾ രണ്ടുപേരിൽ ആരാണ്? 3, 2, 1 ഗോ. ഓക്കെ, വളരെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലുലു മോളിൽ ഷോപ്പിംഗ് വന്നു കഴിഞ്ഞാൽ തിരക്കുള്ളൊരു ദിവസമാണെങ്കിൽ കാണാതെ പോകാൻ ചാൻസ് ഉള്ള ആൾക്കാണ്, കൂടുതൽ ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ആൾക്കാണ് രണ്ടുപേരും. ലുലു മോളിൽ നല്ല തിരക്കാണ്. ഒരു അപ്പം നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഒരു 2-3 കുറച്ച് നേരം അത് കണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തു. ഫാത്തിമാസ് ഫാം ഹൗസ് എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾ ആൻഡ് ചിക്കൻ സൂപ്പ്, നല്ല ടേസ്റ്റി ആട്ടോ. അപ്പവും ചിക്കൻ കറിയോ അങ്ങനെ എന്തോ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഒരു ഈവനിങ്ങിൻ്റെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ വേഗം വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഒരു ചെറിയ ഔട്ടിങ് എല്ലാവർക്കും കുറച്ച് റിഫ്രഷിങ് ആയി. കാര്യം അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ബോട്ടിൻ്റെ സ്റ്റേഷൻ്റെ അവിടെയും പിന്നെ ജസ്റ്റ് ഡിന്നർ കഴിക്കാനൊന്ന് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഉഷാറായി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ്ങിൻ്റെയും പിന്നെ ഒരു ചെറിയ ഔട്ടിങ്ങിൻ്റെയും കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.